അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ വേഗം മുറ്റടിക്കലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നല്ല മഴയായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല മക്കൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർ എഴുന്നേൽക്കുന്നതിന് മുന്നേ കുളിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ വയനാട് ജില്ലയ്ക്ക് ലീവുള്ളൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിന്ന് നല്ല മഴയായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ പറഞ്ഞ രീതിയിലുള്ള മഴയൊന്നും ഇങ്ങോട്ടേക്ക് പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അന്നും നമുക്ക് വയനാട് ജില്ലയ്ക്ക് ലീവാണ് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ചെറിയ രീതിയിലുള്ള മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത്. നമുക്കിവിടെ വലിയൊരു കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾ രണ്ടാളും എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടാളെയും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി ദോശ ചുടുകയാണ്. അപ്പോൾ നമുക്കിന്നിവിടെ ഗോതമ്പ് ദോശയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എനിക്കും അനുവേട്ടനുള്ള ദോശയൊക്കെ ചുട്ടി ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് എണീറ്റിട്ട് ചൂടോടെ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ രണ്ടാൾക്കും ചായയും കടിയൊക്കെ റെഡിയാക്കി ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ചായ കുടിച്ചതിന് ശേഷം ഞാൻ വേഗം അടുക്കളയിലെ പണികളും അകത്തെ പണികളൊക്കെ തീർത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പുറത്ത് നമ്മൾ ഷെഡിൽ കുറച്ച് തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉണങ്ങിയ തുണികളൊക്കെ എടുത്ത് വെക്കുവാണ്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കും ഇവിടെ ചെറിയ രീതിയിലുള്ള മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അലക്കാനുള്ള തുണികളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അലക്കാനും കൂടി ഇട്ട് കൊടുത്തിട്ട് വേഗം അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വേഗം എൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10:30-11 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാനുള്ള സമയമൊന്നും ആയി തുടങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് നല്ല രീതിയിലുള്ള വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അനുവേട്ടൻ പോകുമ്പോൾ അനുവേട്ടനോട് ചായ കുടിച്ചതുകൊണ്ട് തന്നെ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചായയൊക്കെ വെച്ച് കുടിക്കാമെന്നേ. അപ്പോൾ ചായയല്ല വെക്കുന്നത്, വെള്ളക്കാപ്പിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ വെള്ളക്കാപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവിടെ അനുവേട്ടനും മക്കൾക്കൊന്നും വലിയൊരു ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്തൊക്കെ ഞാനിങ്ങനെ കാപ്പി വെച്ച് കുടിക്കാറുണ്ട് കേട്ടോ. അപ്പം മക്കൾക്ക് കൊടുത്ത ദോശയിൽ 2 ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ദോശയും കുറച്ച് സാമ്പാറൊക്കെ എടുത്തിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാറുട്ടി ടി വി കണ്ടിരിക്കുകയാണ്. അപ്പം പാറുട്ടിക്ക് പൊടി സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് 2 വായി വാരി കൊടുത്തു. അപ്പോൾ കാശിക്കൂട്ടിന് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാശിക്കൂട്ടിനും 2 വായി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവരോട് കുറച്ച് നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു കേട്ടോ. അപ്പോൾ നമുക്കിനി ചോറൊക്കെ കഴിച്ചതിന് ശേഷം കാശിക്കൂട്ടിനെ കുറച്ച് നേരം ഉറക്കണം. ഇനി വൈകുന്നേരത്തേക്കുള്ള ചോറും കറിയൊക്കെ വെക്കണം കേട്ടോ. അതൊക്കെ ഇനി വൈകുന്നേരത്തെ പണികളാണ്. അപ്പോൾ അതുവരെ ഇനി പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല. അപ്പോൾ ഇനി കുറച്ച് നേരം മക്കളോടൊക്കെ കളിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.